ഹലോ ഫ്രണ്ട്സ്, GK വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, LDC എക്സാം ആയതുകൊണ്ട് ഇനി മുതലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറക്കാതെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യുക, FB പേജ് ലൈക്ക് ചെയ്യുക. FB പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2013 നവംബർ മാസത്തിലെ LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം വേമ്പനാട്ട് കായലാണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ ഏതു വർഷമാണ്? 1949. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഡിസംബർ 10 കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 20. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കുറിഞ്ചി. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1996. ചവിട്ടുനാടകം കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? അത് പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ചവിട്ടുനാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചിരുന്നത്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഉത്തരം ഗംഗ. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവന നിർമ്മാണ പദ്ധതിയുമായാണ് ഇന്ദിര ആവാസ് യോജന ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് KB കോഷിയാണ്. ഇത് 2013 ഉത്തരമാണ്. എന്നാൽ ഇപ്പോഴത്തെ അറിവിൽ P മോഹൻദാസ് ആണ് ആക്ടിംഗ് ചെയർപേഴ്സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏതു പർവ്വത നിരയിലാണ്? ഉത്തരം ആരവല്ലി. കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏതു നദിയിലാണ്? ഉത്തരം മഹാനദി. മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് ഉള്ളത്. താൻസൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സംഗീതമാണ്. ബുലന്ദ് ദർവാസ് നിർമ്മിച്ചത് ആരാണ്? ഉത്തരം അക്ബർ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബറിലാണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ്? നരസിംഹറാവു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചിരുന്നത്. മുദ്ര രാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖ ദത്തൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് മുദ്ര രാക്ഷസം. 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് ആരാണ്? നാനാ സാഹിബാണ്. താഷ്കന്റെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം VP മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1966 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ VS കോത്താരിയാണ്. 1986 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് ആണ്. ഇനി അടുത്തതായി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഈ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരഅക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും മധ്യേയും പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും മധ്യയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനമാണ്.
തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഇന്ത്യയുടെ നീളം എത്ര? 3214 കിലോമീറ്റർ ആണ്. കിഴക്കേയറ്റം മുതൽ പടിഞ്ഞാറേയറ്റം വരെ ഇന്ത്യയുടെ നീളം എത്ര? 2933 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കരയതിർത്തിയുടെ ദൈർഘ്യം എത്ര? 15200 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? 7516 കിലോമീറ്റർ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായാണ്? ഉത്തരം ബംഗ്ലാദേശാണ്. ഇന്ത്യയിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 9 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ കടൽത്തീരമുള്ളത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ്? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിലെ തെക്കേയറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയുടെ വടക്കേയറ്റമായി അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേയറ്റമായി അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം ഏതാണ്? മുംബൈ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം ഏതാണ്? കൊഹിമ അല്ലെങ്കിൽ നാഗാലാൻഡ്. ഹിമാലയവുമായി സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാളാണ്. നമുക്ക് അടുത്തതായി നദികൾ അല്ലെങ്കിൽ നദീതട പദ്ധതികളിലേക്ക് നീങ്ങാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെയുള്ള ഗംഗയുടെ പ്രയാണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഹരിദ്വാർ. പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിളിക്കപ്പെട്ട നദി ഏതാണ്? ഉത്തരം യമുന. യമുന നദിയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? പത്മ. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന കൈവഴി എങ്ങനെ അറിയപ്പെടുന്നു? ജമുന. അസമിന്റെ ദുഃഖം ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ നദിയാണ് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഉത്തരം നർമ്മദ. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഉത്തരം ലൂണി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിപ്പിക്കുന്ന നദി ഏതാണ്? നർമ്മദ. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപിയൻ നദി ഏതാണ്? ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം കാവേരി. നീളത്തിലും വലുപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി ഏതാണ്? ഗോദാവരി നദിയാണ് നീളത്തിലും വലുപ്പത്തിലും ദക്ഷിണേന്ത്യയിൽ തന്നെ ഒന്നാമത്തെ നദി. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഉത്തരം യമുന. ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? റാഞ്ചി അല്ലെങ്കിൽ ജാർഖണ്ഡ്. ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഹൊഗേനക്കൽ. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏതാണ്? ദാമോദർ വാലി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ദാമോദർ വാലി. ഏതു നദിയിലും പോഷക നദികളുമായാണ് സർദാർ സരോവർ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. രാജസ്ഥാന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ജലസേചനം ഒരുക്കാനുള്ള പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്ട്. ഇന്ദിരാഗാന്ധി പ്രൊജക്ട് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ഉത്തരം തെഹ്രി. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തെഹ്രി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാഗീരഥി. ഏത് നദിയിലാണ് ഭക്രാനങ്കൽ? ഉത്തരം സത്ലജ്. ഭക്ര അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏതാണ്? ഗോവിന്ദ് സാഗർ. റിഹന്ദ് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശിലാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് 100% ഉപകാരപ്രദമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ LD എക്സാം അടുത്തതിനെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും പോർഷൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് FB പേജിലും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഒപ്പം തന്നെ അപ്പോൾ ചോദ്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും റിവൈസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മുൻവർഷത്തെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് മാക്സിമം കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ ടാറ്റ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.